ജെയ്സൺ ചാമോളപ്പിൽ കൂടി ചേരുന്നുണ്ട്. തൃശൂർ അതിരപ്പള്ളി 16-ാം ബ്ലോക്കിൽ കാട്ടാനക്കൂട്ടം മതിൽ തകർത്തു ഇതൊരു വാർത്തയുണ്ട്. കുട്ടിയാനയ്ക്ക് പോകാൻ തടസ്സമായ മതിലാണ് ആനക്കൂട്ടം തകർത്തത്. കുട്ടിയാനയ്ക്ക് പോകാൻ തടസ്സമായ ആരുടെ മതിൽ വെച്ചേക്കെന്ന് ചോദിച്ചിട്ട് കാട്ടാനക്കൂട്ടം ഒറ്റ തകർപ്പായിരുന്നു. കുന്നംകുളം സ്വദേശി സാജുവിൻ്റെ തോട്ടത്തിലെ 5 മീറ്ററോളം മതിൽ തകർത്തിട്ടുണ്ട്. തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാന ഉൾപ്പെട്ട ആനക്കൂട്ടമാണ് എത്തിയതെന്നാണ് സൂചന. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, ആ വാർത്തയിലൊരു വിശേഷം കൂടിയുണ്ടല്ലേ, ഈ കുട്ടിയാനയ്ക്ക് ഒരു മതിൽ പോകാൻ തടസ്സമായി നിന്നപ്പോൾ ഈ കാട്ടാനക്കൂട്ടം എത്തിയത് തകർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ? തീർച്ചയായും അരുൺകുമാർ, കാട്ടാനക്കൂട്ടവും കുട്ടിയാനകളൊക്കെ വലിയ രീതിയിൽ വികൃതികളും ദുരന്തങ്ങളും അപകടങ്ങളും വിതയ്ക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ അതിരപ്പള്ളി വാഴച്ചാൽ മേഖല എന്ന് പറയുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇവരുടെ പ്രകടനമാണ് എന്നും രാവിലെ. എല്ലാ ദിവസവും നമുക്ക് അതിരപ്പള്ളിയിലെ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങി അത് കുട്ടിയാനകളോടൊപ്പം എന്ന വാർത്തകൾ കൊടുക്കാനും കൃഷി നശിപ്പിച്ചു എന്ന വാർത്തകൾ കൊടുക്കാനുമാണ് എല്ലാ ദിവസവും ഒരു സമയം മാറ്റിവെക്കുന്നത്. അത്തരത്തിലൊന്ന് തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 13ഓളം ആനകളുടെ ഒരു കൂട്ടമാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ സ്ഥലത്തെത്തുന്നത്. അവിടെ ഒരു മതിലുണ്ടായിരുന്നു. ആ വഴി കടന്നു പോകാൻ കഴിയാതെ വന്നപ്പോഴാണ് ഈ മതിലിനൊരു ഭാഗം തകർക്കുന്നത്. കുന്നംകുളം സ്വദേശിയായ സാജുവിന്റെ തോട്ടത്തിലെ മതിലാണ് തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഈ തുമ്പിക്കൈ ഇല്ലാത്ത ആന, നമ്മൾ കഴിഞ്ഞ ദിവസവും ഇതേ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ട്, തുമ്പിക്കൈ ഇല്ലാത്ത ഒരു ആന ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയും ഒരു ആകർഷണവുമാണ് ഒരു പരിധി വരെ. പിന്നീട് അത് അപകടങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും ആ ആനയ്ക്കും കൂടി ഉൾപ്പെട്ട ഒരു ആനകളുടെ ഒരു കൂട്ടാണ്, ഒരു സംഘമാണ് ഇത്തരത്തിൽ മതിൽ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും നമ്മുടെയും പ്രതീക്ഷ. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ജെയ്സൺ ആണ് നമുക്കൊപ്പം പ്രതികരിച്ചത്.